അങ്ങനെ ദേ 4-ാം വയസ്സിന്റെ നട്ടപ്രാന്തിലേക്ക് ആദ്യകൂട്ടൻ ഒഫീഷ്യലി കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അവന്റെ എല്ലാ ബർത്ത്ഡേയും പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഫർവാനിയിലുള്ള തക്കാരിയിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ പാർട്ടിക്ക് അറേഞ്ച് ചെയ്തത്. പുള്ളിക്കാരൻ ഇപ്രാവശ്യം സൂപ്പർമാൻ ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ റെഡ് കളറുള്ള ബലൂൺസ് ഒക്കെ വെച്ചിട്ട് ആർച്ച് പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ഡെക്കറേഷനൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സൂപ്പർമാൻ കേക്കും എത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടപ്പോൾ കുറച്ചും കൂടി കുറുമ്പ് കൂടിയൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. എന്തായാലും അവസാനം കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് സൂപ്പർമാൻ്റെ പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ ദീ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാട്ട് നമ്മൾ ഈ സൂപ്പർമാൻ്റെ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. പുള്ളിക്ക് ബർത്ത്ഡേക്ക് 2 ഡിമാൻഡ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദേ സൂപ്പർമാൻ്റെ ഡ്രസ്സ് വേണം, പിന്നെ ദേ സൂപ്പർമാൻ്റെ കേക്ക് വേണം. ഈ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞ് നടത്തി കൊടുക്കണമെന്നല്ലേ, അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ ഡബിൾ ഓക്കെ പറഞ്ഞു കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ അവൻ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ ഒരാളുടെ സഹായം വേണമെന്നുള്ളൊരു മട്ടിലായിരുന്നു കേട്ടോ. എന്തായാലും അടുത്ത സെക്ഷൻ നമുക്ക് ഫുഡാണ് കേട്ടോ. അങ്ങനെ കേക്ക് കഴിച്ച് എല്ലാവരും നമ്മളിനി ഫുഡിൻ്റെ സെക്ഷനിലോട്ട് കടന്നു. ഇപ്രാവശ്യം നമ്മുടെ മെനുവിലുണ്ടായിരുന്നത് ബീഫ് റോസ്റ്റും, പിന്നെ ചിക്കൻ കുഞ്ഞിപ്പൊരി, ചിക്കൻ 65, പിന്നെ ഫ്രൈഡ് റൈസ്, പൊറോട്ട, അപ്പം, നെയ്പ്പത്തൽ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഡെസേർട്ടായിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേക്ക് വന്ന ഒരുവിധം എല്ലാവരും കഴിച്ചു പോയപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ എന്തായാലും. അങ്ങനത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് നമ്മുടെ സൂപ്പർമാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുക.